സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 ദിവസമായിട്ട് കണ്ടായിരുന്നോ, പല സ്ഥാനാർത്ഥികളും ഈ സമുദായ നേതാക്കന്മാരുടെ അടുത്തും മതമേലധ്യക്ഷന്മാരുടെ അടുത്തുമൊക്കെ അവരുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങുവാണ്. ശരിക്കും പറഞ്ഞ ഈ ഒരു കീഴ്വഴക്കം കുറേ നാളായിട്ട് തുടങ്ങിയാണ്. അത് നിർത്തേണ്ടതല്ലേ? ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പം ഒരു സമുദായ നേതാവിൻ്റെയോ ഇനി എല്ലാ മത നേതാവിൻ്റെയോ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും പറയത്തില്ല ഇറങ്ങിപ്പോടാന്ന്. അവർക്ക് പറയാൻ പറ്റത്തില്ല. അവർ വിളിച്ചിരുത്തും, ചായയും വെള്ളമൊക്കെ കൊടുക്കും, കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ പോവും. ഇവർ പോയി കഴിയുമ്പോൾ പിന്നെ അടുത്ത റോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയ പാർട്ടിയുടെ ഓപ്പോസിറ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, അവരണികൾ അങ്ങോട്ട് കയറി നിറങ്ങി ഈ സമുദായ നേതാവിനെയോ അല്ലെങ്കിൽ ഈ മത നേതാവിനെയോ അങ്ങോട്ട് ചെയ്ത് വിളിക്കാൻ തുടങ്ങും. അയാളത് കേൾക്കേണ്ട കാര്യമുണ്ടോ? കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും സമുദായ നേതാവ് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സമുദായ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യത്തില്ല, ഞാൻ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങനെയാണ്. ഇത് വെറുതെ പോവുക, ആ പാവം പിടിച്ച് നിങ്ങളെ ചീത്ത വിളിപ്പിക്കുക, അതാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഈ പരിപാടി നിർത്തേണ്ടതല്ലേ?